രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന അപകടം അതിന്റെ ഒരു മാസം കഴിഞ്ഞ് പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കൂടുതൽ ചോദ്യങ്ങൾ കൂടുതൽ ദുരൂഹതകളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത്. ഇപ്പോൾ ഇന്ധന നിയന്ത്രണ സ്വിച്ചിന്റെ പരിശോധന ഇപ്പോൾ അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ആരംഭിച്ചിരിക്കുകയാണ്. ബോയിംഗ് 787 മോഡൽ വിമാനങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ഇത്തിഹാദ്, സിംഗപ്പൂർ എയർലൈൻസ് തുടങ്ങിയ കമ്പനികളാണ് ആദ്യഘട്ടത്തിൽ പരിശോധന തുടങ്ങിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നമുക്കതിൽ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. അതായത് 2 സ്വിച്ചുകളാണുള്ളത്. ഇന്ധന നിയന്ത്രണത്തിന് 2 സ്വിച്ചുകൾ, 2 എഞ്ചിനുകളിലേക്കും 2 സ്വിച്ചുകളാണുള്ളത്. അത് ഒരു സ്പ്രിംഗ് മോഡിലാണ് അത് ഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും ജെർക്കിംഗ് കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈ തട്ടി അബദ്ധവശാലോ ഓഫ് ആവാതിരിക്കാൻ വേണ്ടി സ്പ്രിംഗിലാണ് അത് ഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം 2 സ്വിച്ചുകൾ. അതിൽ ഒന്നിൽ എഞ്ചിൻ 1, എഞ്ചിൻ 2 എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് 2 മോഡുകളാണുള്ളത്. ഒന്ന് റൺ, മറ്റൊന്ന് കട്ട് ഓഫ്. ഇത് വിമാനം ആദ്യം ടേക്ക് ഓഫിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്തൊക്കെ അത് റൺ മോഡിലായിരുന്നു. പെട്ടെന്നാണ് അത് കട്ട് ഓഫ് മോഡിലേക്ക് പോയത്. പിന്നീട് കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം 2 സ്വിച്ചുകളും പുനഃസ്ഥാപിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെ കട്ട് ഓഫ് മോഡിലേക്ക് പോയി എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ഉയരുന്നത്. അതിൻ്റെ ഒരു കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. പൈലറ്റുമാരുടെ 2 പ്രധാനപ്പെട്ട അസോസിയേഷനുകൾ ഇപ്പോൾ ഈ പ്രാഥമികമായ പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നുണ്ട്. പൈലറ്റുമാർക്ക് മുകളിൽ ഈ ആരോപണം വരികയാണ്. വിശദമായ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം സ്ഥിരീകരിക്കാവൂ എന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പറഞ്ഞിട്ട് പോലും പൈലറ്റുമാരെ കുറ്റാരോപിതരാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് അസോസിയേഷൻ പറയുന്നത്. ശരി, അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട്. അർജുൻ, അങ്ങനെ എളുപ്പത്തിൽ അറിയാതെ ഒന്ന് കൈതട്ടിയാലോ ഒന്നും ഓണാവുകയോ ഓഫാവുകയോ ചെയ്യുന്ന ഒരു സ്വിച്ച് സംവിധാനമല്ല ഈ വിമാനത്തിലുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിൽ പോലും അത് ആരാണ് ഓഫാക്കിയത്, ഞാനല്ല എന്ന് പറയുന്ന ആ സംഭാഷണ ശകലം പുറത്തുവിട്ടുകൊണ്ട് പൈലറ്റുമാരുടെ മേലേക്ക് ഒരു മാനുഷിക പിഴവെന്ന നിലയിലേക്ക് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് പൈലറ്റുമാരുടെ സംഘടന തന്നെ കൃത്യമായി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാങ്കേതിക വശം കൃത്യമായി ബോധ്യപ്പെടുന്നത്? ഇപ്പോഴും ഈ ഒരു അവ്യക്തത മാറ്റാനുള്ള എന്ത് ശ്രമമാണ്? ഇത് വെറുതെ മരിച്ചുപോയ 2 പേരാണ്, 2 പൈലറ്റുമാരാണ്. അവരുടെ കുടുംബങ്ങൾ പോലും അതിൻ്റെ വലിയൊരു ആഘാതം അനുഭവിക്കേണ്ട സ്ഥിതിയുണ്ട്. എങ്ങനെയാണ് സർക്കാരും ഒക്കെ ഈ സംഭവങ്ങളെ കാണുന്നത്? തീർച്ചയായിട്ടും നോക്കൂ, ഈ ബ്ലാക്ക് ബോക്സിലെ 49 മണിക്കൂർ ദൈർഘ്യമുള്ള വിവരം, അതുപോലെ തന്നെ ഈ പൈലറ്റുമാരുടെ 2 മണിക്കൂർ നീളുന്ന സംഭാഷണം, ഇതാണ് നിലവിൽ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പക്കലുള്ളത്. അതിൽ 2 സംഭാഷണങ്ങൾ, ചെറിയൊരു ഭാഗം മാത്രം പുറത്തുവിട്ടുകൊണ്ടാണ് ഈ സംഭവങ്ങൾ മുഴുവൻ, ഈ കുറ്റങ്ങൾ മുഴുവൻ അത് പൈലറ്റുമാരുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വരുന്നത്. അതിനിടയിലാണ് വിദഗ്ധരുടെ എല്ലാം തന്നെ കണ്ടെത്തലുകൾ, അതായത് ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ച് അത് തകരാറിലായത് വിമാനത്തിൻ്റെ പ്രശ്നമാണ്, ഇലക്ട്രിക്കൽ തകരാറാണ് എന്നുള്ള കാര്യം സാധൂകരിക്കുന്ന തരത്തിൽ വിമാന കമ്പനികളും ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിലാണ് ഇപ്പോൾ എത്തിഹാദ് എന്ന് പറയുന്നത് UAE ഫ്ലാഗ് കാരിയറാണ്, അബുദാബി കേന്ദ്രീകരിച്ച് പറക്കുന്ന വിമാനമാണ്. അതുപോലെ തന്നെ സിംഗപ്പൂർ എയർലൈൻസും ഈ 2 വിമാന കമ്പനികളുമാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ എത്തിഹാദിൻ്റെ ഡോക്യുമെൻറ്റ്സ് അടക്കം ഇപ്പോൾ പുറത്ത് വന്നിട്ടുമുണ്ട്. 787 പറയുന്ന ആ വിമാന മോഡലിൻ്റെ മാത്രം ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ എഞ്ചിനീയർമാർക്ക് നൽകിയിട്ടുമുള്ളത്. അതിൻ്റെ സ്വിച്ചുകൾ ഘടിപ്പിച്ചിരിക്കുന്നതിനിടയിൽ ഇതിൻ്റെ തന്നെ ലോക്കിംഗ് മെക്കാനിസത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതായത് പൈലറ്റുമാർ അറിയാതെ, പൈലറ്റുമാർ വലിച്ചിടാതെ തന്നെ തനിയെ ഈ മെക്കാനിക്കൽ തകരാറ് കൊണ്ടോ ഇലക്ട്രിക്കൽ തകരാറ് കൊണ്ടോ ഈ സ്വിച്ചുകൾ റണ്ണിൽ നിന്നും കട്ട് ഓഫിലേക്ക് പോകുന്ന പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാനാണ് നിലവിൽ എത്തിഹാദും അതുപോലെ സിംഗപ്പൂർ എയർലൈൻസും അവരുടെ എഞ്ചിനീയർമാരോട് പറഞ്ഞിരിക്കുന്നത്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.